കഴിഞ്ഞ 2 ക്ലാസ്സിൽ നിന്ന് പഠിച്ച് മനസ്സിലാക്കിയ വിഷയം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ സംഭവിച്ചതായ അൽ ഇസ്റാ വൽ മിഅ്റാജ്, അതുമായി ബന്ധപ്പെട്ട എനിക്കത്തെ കുറേ വിഷയം. കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിസ്കാരം ഫർളാക്കി കൊടുത്ത ആ ഒരു സംഭവം, അതിൽ പിന്നെ മൂസാ നബി അലൈഹിസ്സലാം ഒട്ടിಗೆ നടന്നതായ ആ ഒരു സംഭാഷണം, അതേക്കുറിച്ച് പഠിച്ചു മനസ്സിലാക്കി. അതിൽ പിന്നെ നിസ്കാരം നിർബന്ധാക്കിയിട്ട് മൂസാ നബി അലൈഹിസ്സലാം ഒട്ടിಗೆ ആ ഒരു സംഭാഷണം, ആ ഒരു പറക്ക, അതിൽ പിന്നെ ഒഴിമ്പപ്പെട്ട അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൂടെ പോയതും 50 വക്ത് നിശ്ചയിച്ചതായ നിസ്കാരത്തെ അല്ലാഹു 5 ആക്കിയിട്ട് ഷോർട്ട് ആക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തതും, അതിലൊട്ടിಗೆ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്ത് 5 വക്ത് നിസ്കരിച്ചതും 50 വക്ത് പ്രളയം കൊണ്ടുവന്നതും നമ്മൾ പഠിച്ചു മനസ്സിലാക്കി. അത് ഹദീസിലെ ബാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നു, സുമ്മ യുദ്ഖിലുൽ ജന്ന, പിന്നെ അല്ലാഹു തന്നെ സ്വർഗ്ഗത്തിൽ പ്രവേശിപ്പിച്ചു. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സ്വർഗ്ഗവും നരകവും അല്ലാഹു കാട്ടിക്കൊടുത്ത, അല്ലെങ്കിൽ സ്വർഗ്ഗത്തിലും നരകത്തിലും ഉള്ളതായ ചില ഭാഗത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല കാട്ടിക്കൊടുത്ത. ഇവിടെ അല്ലാഹുവിന്റെ റസൂൽ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ച അല്ലെങ്കിൽ നരകത്തിൽ പ്രവേശിച്ചതിനുള്ള വിഷയത്തിൽ ഉലമാക്കന്മാരുടെ ചർച്ച ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഡയറക്റ്റ് പ്രവേശിച്ചത അല്ലെങ്കിൽ കണ്ടമ ഏതായാലും ഈ ഹദീസിൽ ചൊല്ലത് പ്രവേശിച്ചത്. ആ സ്വർഗ്ഗത്തെ പ്രത്യേകത എന്താ? ഫഇദാ ഫീഹാ ഹബാഇലുൽ ലുഖ്ലു, ആ സ്വർഗ്ഗത്തില് ചെമ്മ കുബ്ബുണ്ട്, അഥവാ കുബ്ബ പോലെ ഉള്ളിലത്തെ ടെന്റ് അല്ലെങ്കിൽ ഖൈമ അതുപോലെ ഉള്ളതുണ്ട്. അതിന്റെ പ്രത്യേകത അത് ലുഖ്ലു, അത് മുത്തു കൊണ്ടുള്ള അല്ലെങ്കിൽ ഡയമണ്ട് കൊണ്ടുള്ളതായിരിക്കും. വഇദാ തുറാബുഹൽ മിസ്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്വർഗ്ഗത്തേക്ക് പ്രവേശിച്ചിരിക്കുന്നത് ചൊല്ലുന്നു. വഇദാ തുറാബുഹൽ മിസ്ക്, ആ സ്വർഗ്ഗത്തെ മണ്ണ് തൊട്ടത് കസ്തൂരി കൊണ്ടുള്ള മണ്ണായിരിക്കും. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നു, ഫഇദാ അന ബി അൻഹാർ, നാളെ അങ്ങനെ തെളിവ് മുന്നോട്ട് പോയപ്പോ അവിടെ ചമ്മ പല ഒഴുകിയുള്ളൂ. അതിൽ ഒരു പല, ആ പലയുടെ പ്രത്യേകത എന്താ? അൻഹാറു മിൻ മാ, തണ്ണി ഒഴുകുന്ന പല ഉണ്ട്. ഗൈറു ആസിന, തണ്ണിയുടെ പ്രത്യേകത ആ തണ്ണിയിലെന്തും വേസ്റ്റ് ഇല്ല, അല്ലെങ്കിൽ അത്രയും ക്ലീൻ ആയിരിക്കും തണ്ണി. വൻഹാറു മിൻ ലബൻ, അതേപോലെ പാൽ ഒഴുകുന്നതായിരിക്കത്തെ പോലെ. ലം യതഗയ്യർ തഅമു, അഥവാ പാൽ ചൊല്ലത് കുറെ ടൈം യൂസ് ആക്കി വെച്ചാൽ അതിന്റെ എക്സ്പയറി ഡേറ്റിലേക്ക് ഒരു സാധനം. അത്ര സ്വർഗ്ഗത്തെ പാല്, അത് പാല് ഒഴുകുന്ന പോലെ പോലും അതിന്റെ ടേസ്റ്റ് വ്യത്യാസമില്ല. വൻഹാറു മിൻ ഖംർ, അതേപോലെ അവിടെ കല്ലറെ പോലെ ഉണ്ട്. ലദ്ദത്തിൽ ലിശ്ശാരിബീൻ, അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നു, ആ കല്ലറെ പോലെ പ്രത്യേകത എന്താ? അത് ലദ്ദത്തിൽ ലിശ്ശാരിബീൻ ആയിട്ട്, കുടിക്കുന്ന ആൾമാർക്ക് ടേസ്റ്റ് ഉള്ളതായിട്ട് സ്വർഗ്ഗത്തെ കല്ല് ചൊല്ലുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നു. അപ്പൊ ഇവിടെ സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ്ഗത്തിൽ പ്രവേശിച്ച ആ സന്ദർഭത്തിൽ, അല്ലെങ്കിൽ സ്വർഗ്ഗ നബി കണ്ട സന്ദർഭത്തിൽ ഉള്ളതായ ഒരു വിഷയത്തെ നമുക്ക് പഠിപ്പാക്കി തന്നതായിരിക്കും. ഇവിടെ കഴിഞ്ഞ ക്ലാസ്സിൽ നാം വിശദീകരിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ്ഗ കാട്ടിരിക്കുന്ന സിദ്റത്തുൽ മുൻതഹ ചൊല്ലുന്ന ആ മരത്തെ അല്ലാഹു കാട്ടിക്കുന്ന, അത് നാം ചൊല്ലുന്നു. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്ന പലക്കെന്തരെ, ഈ സിദ്റത്തുൽ മുൻതഹത്തെ ചന്ത എത്ര ചൊന്തു ഒരാൾക്ക് ചൊന്തറവും സാധ്യമില്ല ചൊന്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വർഗ്ഗത്തെ വിഷയത്തിലും സമാനമായത്, അല്ലെങ്കിൽ സ്വർഗ്ഗത്തെ വിഷയത്തിൽ അതിനായിട്ട് യാറ ശ്രേഷ്ഠത്തെ സ്വർഗ്ഗത്ത് കൊണ്ടു എന്നൊക്കെല്ലാവർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്ന ഒരു ഹദീസ് നാം എല്ലാവരും എത്രമാപ്പെട്ട കേട്ട ഹദീസ്. അഅദതു ലിഇബാദി സ്വാലിഹീന മാ ലാ ഐനുൻ റഅത് വലാ ഉദുൻ സമിഅത് വലാ ഖത്തറ അലാ ഖൽബി ബശർ. സുബ്ഹാനല്ലാഹ്, സ്വർഗ്ഗമെങ്കിൽ ഒരാളുടെ കണ്ണുകൊണ്ട് കാണാത്തതും കാതുകൊണ്ട് കേൾക്കാത്തതും ഒരാളുടെ മനസ്സുകൊണ്ട് ചിന്തിക്കുകയാവാത്തതായിരിക്കും സ്വർഗ്ഗാണ്. അങ്ങനെ ഏതൊരു വസ്തു നമ്മൾ ചൊന്നെങ്കിൽ അത് ഇങ്ങനെ ഇട്ടിക്കും,
ഞങ്ങളിപ്പോ കേൾക്കാത്ത അല്ലെങ്കിൽ കാണാത്ത ഒരു വസ്തു വിഷയത്തിൽ ഒരാൾ എക്സ്പ്ലെയിൻ ആക്കുമ്പോൾ ഞങ്ങൾ തിങ്കാക്കണം അത് അങ്ങനെ ഇട്ടിക്കൂ അല്ലെങ്കിൽ അത് ഇങ്ങനെ ഇരിക്കൂ അല്ല ഞങ്ങൾ തിങ്കാക്കണം. അതിനുള്ള ഈ സ്വർഗത്തെ പ്രത്യേകത എന്തേ ഒരു മനുഷ്യന് ചിന്തിക്കുക പോലും സാധ്യയില്ല. ഇവിടെ പ്രത്യേകമായിട്ടും ഈ ഹദീസിൽ വന്നത് കല്ലറ വിഷയത്തിൽ പ്രത്യേകമായിട്ട് ചൊല്ലുന്നു ലദ്ദത്തിൽ ലിശ്ശാരിബി, ദുനിയാവിലെ കല്ല് പോലെയല്ല, അത് ആൾമാർക്ക് കുടിക്കുകയും ടേസ്റ്റ് ഉള്ളതായിട്ട് ചൊല്ലുന്നു. അതിനുള്ള ദുനിയാവിന്റെ വിഷയത്തിൽ കല്ലറ വിഷയത്തിൽ അല്ലാഹു റസൂൽ ചൊല്ലുന്ന ഉമ്മുൽ ഖബായിസ് ഉണ്ടായിരിക്കും. എല്ലാ വേണ്ടാത്ത തരത്തെയും നേതാവായിട്ട് കല്ല് സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഹദീസിൽ വിശദീകരിച്ച സന്ദർഭം. അപ്പൊ അതിന്റെ ഗൗരവത്തെ ഇവിടെ പരിപാടിക്കാം. ഇനി നമുക്ക് ആ ഹദീസിനെ ബാക്കി ചൊല്ലു. ബൈനമാ അന അസീറു ഫിൽ ജന്ന ഇദാ അന ബിനഹർ, അങ്ങനെ ഞാൻ സ്വർഗ്ഗത്തിലെ എണുത്തല്ല് മുന്നോട്ട് പോയപ്പോ പിണറു പോലെ നമുക്ക് കണ്ടു. എന്തിനാ ആ പൊലയുടെ പ്രത്യേകത? ആ പൊലരെ 4 ഭാഗവും അല്ലെങ്കിൽ ആ പൊലരെ കെട്ടുകൊണ്ടാക്കിയതായ മതില് അത് ബംഗാറ് കൊണ്ടിട്ടായിട്ട് ഉണ്ടാക്കിയത്. അതിലെ മണ്ണ് അല്ലെങ്കിൽ അതിലെ ഒരു ടേസ്റ്റ് ചൊല്ലുന്നത് എങ്ങനെയുണ്ട്? അത് അത്യബു മിനൽ മിസ്ക്, അത് കസ്തൂരിയെ കാട്ടിയും മണമുണ്ട്. വമാഉഹു അഹ്ലാ മിനൽ അസൽ, അതിലെ തണ്ണി അല്ലെങ്കിൽ അതുള്ളത് പാലായിട്ട് ഹൗദുൽ കൗസർ വിഷയത്തിൽ ചൊല്ലുന്നത് അത് അഹ്ലാ മിനൽ അസൽ, അത് തേനിനെ കാട്ടിയും മധുരമുണ്ട്. വഅബിയദു മിനൽ തൽജ്, അല്ലെങ്കിൽ പിന്നെ അബിയദു മിനൽ ലബൻ, പാലിനെ കാട്ടിയും വെളുപ്പുള്ളതായിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നു. അഥവാ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ചൊല്ലുന്ന ഹൗദുൽ കൗസർ ചൊല്ലുന്നത് അത് സ്വർഗ്ഗത്തിലേക്ക് ഒരു പൊലയിട്ടിക്ക് കൗസർ ചൊല്ലുന്നത് ആ പൊലരെ ഒഴുകി വണ്ടേ പാല് അല്ലെങ്കിൽ തണ്ണി ആയിട്ടിക്ക് യഥാർത്ഥത്തിൽ ഹൗദുൽ കൗസർ ചൊല്ലുന്നത് ഓൾറെഡി നമ്മൾ വിശദീകരിച്ചതായിരിക്കും. അപ്പൊ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ കണ്ടു നമുക്ക് ഹദീസിൽ കാണുന്നു സാധ്യം. അതിന്റെ വിഷയത്തിൽ പിന്നെയും വിശദീകരണം കാണാം. ആ പാല് കുടിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഒരിക്കലും അവനക്ക് പൈക്കല, പിന്നെ ഒരിക്കലും അവനക്ക് താകയിക്കല, ഈ രൂപത്തിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിശദീകരിച്ചത്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ്ഗത്തിൽ കണ്ടതായ പ്രധാനപ്പെട്ട 2 വിഷയത്തെ സ്വഹാബിമാർക്ക് പിന്നവർക്ക് ചൊല്ലുന്നത് കാണാൻ സാധ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നു, ലമ്മാ ഉസ്രിയ ബി ഫിൽ ജന്ന സമിഅതു ഖശ്ഖശതൻ, ഞാൻ സ്വർഗ്ഗത്തിൽ ഇങ്ങനെ നടന്നു വയ്ക്കുമ്പോഴത്തേക്കും ഞാൻ ഒരാൾ നടക്കുന്നതായ ഒരു സൗണ്ട് നമുക്ക് കേട്ടു. അത് ഒരാൾ നടക്കുന്ന ഒരു അയാളുടെ ഫുട് സ്റ്റെപ്സ് നമുക്ക് കേട്ടു. അപ്പൊ ഞാൻ ജിബ്രീലിനെ കേട്ടെ, യാ ജിബ്രീൽ മാ ഹാദിഹിൽ ഖശ്ഖശ, എന്തിനാ ഈ സൗണ്ടിന്റെ പ്രത്യേകത? അത് ആരെ സൗണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ ചൊല്ലുന്നു, ഹാദാ ബിലാൽ, അത് ബിലാൽ ആയിട്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ഫുട് സ്റ്റെപ്സ് സ്വർഗ്ഗത്തിൽ കേട്ടിട്ടുണ്ടായിരിക്കും. പിന്നെ ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ ബിലാൽ റളിയല്ലാഹു അൻഹു കേൾക്കുക, യാ ബിലാൽ ഹദ്ദിഥനി ബിഅർജാ അമലിൻ അമിൽതഹു ഇൻദക ഫിൽ ഇസ്ലാം. കേൾക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ റളിയല്ലാഹു അൻഹു കേൾക്കുക, ബിലാൽ നിങ്ങൾ ഇസ്ലാം സ്വീകരിച്ചാൽ പിന്നെ അല്ലാഹു നിങ്ങളെ സ്വീകരിച്ചിട്ടിക്കൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ കൂലി തരുന്നു, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഹോപ്പുള്ള ഒരു പ്രതീക്ഷ ഉള്ളിക്കത്തെ ഒരു അമലേത് നിങ്ങൾ ചൊല്ലുന്നു. അപ്പൊ ബിലാൽ റളിയല്ലാഹു അൻഹു ചൊല്ലുന്നു, അല്ലാഹു റസൂലേ പിന്നെ എന്തിനാണ് കേൾക്കറേ? ഫൈനി സമിഅതു ലൈലത ഖശ്ഫതന അലൈക ബൈന യദയ ഫിൽ ജന്ന, ഞാൻ ഇന്നലെ സ്വർഗ്ഗത്തിൽ നണ്ടാട്ടി മുമ്പ് നിങ്ങൾ നടന്നു പോകേണ്ടതായ ഒരു സൗണ്ട് ഞാൻ കേട്ടത്. അതിനർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ മുമ്പും ബിലാൽ റളിയല്ലാഹു അൻഹു സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നിട്ടല്ല, അഥവാ നബിയായിട്ട് മുമ്പലായത് നടന്നു പോയും ആ സൗണ്ട് ഞാൻ കേട്ടത്. അപ്പൊ ബിലാൽ റളിയല്ലാഹു അൻഹു ചൊല്ലുന്നു, മാ അമിൽതു അമലൻ അർജാ ഇൻദി അന്നി ലം അതതഹർ തുഹൂറൻ താമൻ ഫീ സഅത്തിൻ മിൻ ലൈലിൻ ഔ നഹാർ. അല്ലാഹു റസൂലേ, ഞാൻ ആക്കിയ അമലിൽ നക്ക് അല്ലാഹുവിന്റെ മുട്ട കൂലി കിട്ടും, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കൂലി കിട്ടും ഒരു സാധ്യത ഉണ്ടു നക്ക് തോന്നൽ എന്റെ മനസ്സിൽ ബണ്ടതായ ഒരു അമൽ ചെയ്തിട്ടുണ്ടായെങ്കിൽ ഞാൻ എപ്പോ ഉദു എടുത്തിട്ടുണ്ടായിരുന്നു സഅത്തിൻ ഫീ സഅത്തിൻ മിൻ ലൈലിൻ ഔ നഹാർ, സുബൈഗാവട്ടു ജാവുഗാവട്ടു ನಾನು ಉದು എടുത്തിട്ടുണ്ടായെങ്കിൽ ഇല്ല സല്ലൈതു ലിറബ്ബി മാ ഖുദ്ദിറ ലി അൻ ഉസല്ലിയ, ഞാൻ നിസ്കരിക്കും 2 റക്അത്ത് ഞാൻ നിസ്കരിച്ചോ എന്ന് ചൊല്ലയാൽ ചൊല്ലുന്നതിനാണ് സാധ്യം. ഇവിടെ ഈ ഹദീസിൽ ചമ്മ ഫായിദ ചമ്മ ബെനിഫിറ്റ്സ് വിശ്വാസിമാരെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തേത് നോക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ്ഗം ഉണ്ട് ചൊല്ലുന്ന വിഷയത്തിൽ സംശയമില്ല.
അത് ആർക്കും ഒരു സംശയമില്ലാത്ത വിഷയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കല്യാണമിനി ബറവുള്ളതായ എല്ലാ തപ്പലും അല്ലാഹു കൊടുത്തു കൊടുത്ത ആ സ്വർഗത്തിക്ക് ഫസ്റ്റ് പ്രവേശിക്കുന്ന നബിക്കുള്ള ഗ്യാരണ്ടിയും അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത. ആയെങ്കും ബിലാൽ റളിയല്ലാഹു അൻഹു സ്വർഗത്തിക്ക് എത്തുമ്പോഴേക്കത്തെ ഒരു അമൽ അത് ഏതായിട്ടിക്കു ആ അമൽ ಅದಕ್ಕುಳ್ಳ ಕಾರಣ ಎಂದರೆ ಇಟ್ಟುಕೊಂಡು ಗೊಂತಾವುಲಿಕ್ಕೆ ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಆ ಒಂದು ಪ್ರಯತ್ನ ಆ ಒಂದು ಮನಸ್ಸುಂಡಲ್ಲಿ ಅದೇ ಇಟ್ಟಿದ್ರು ನಾವು ഒന്നാമതായിട്ട് പഠിക്കുകയുള്ളൂ. അയാൾ സ്വർഗത്തിലുണ്ട്. അപ്പൊ എന്താ ഇട്ടിപ്പോ അയാൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയിലേക്ക് അമൽ അതിനായിട്ട് ശ്രേഷ്ഠമായ എത്രമാ അമൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്കി. ആ ജനറക്കാർക്ക് നിസ്കാരത്തായിട്ട് എത്രമാ ശ്രേഷ്ഠമായിട്ടിരിക്കും നുബുവത്ത് ചൊല്ല മക്കാം, അതിൽ സംശയമില്ല. ആയെങ്കിലും ആ നിസ്കാരം ഏത് അല്ലെങ്കിൽ ആ ഇബാദത്ത് ഏതുണ്ട് എനിക്ക് ഉണ്ടാവും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടിട്ടുണ്ടായിട്ട് പിന്നെ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചു. അഥവാ അതെ ആ നിസ്കാരം കൊണ്ടിട്ടായിട്ട് നിങ്ങൾ സ്വർഗത്തിൽ എത്തിപ്പെട്ട അല്ലെങ്കിൽ സ്വർഗത്തിൽ നിങ്ങൾ ഫസ്റ്റ് എത്തുമ്പോഴേക്കത്തെ കാരണം നിങ്ങളെ ആ ജനറക്കാർക്ക് നിസ്കാരം എത്തിക്കുറിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഹദീസ് കേട്ട സന്ദർഭത്തിൽ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ റളിയല്ലാഹു അൻഹു ഇത് ചൊല്ലുന്ന സന്ദർഭത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു അയാൾ ചൊല്ലുന്നു ലൈത ഉമ്മ ബിലാലിൻ വലദത്നി വഅബൂ ബിലാലിൻ വഅന മിസ്ല ബിലാൽ. അബൂബക്കർ റളിയല്ലാഹു അൻഹു ചൊല്ലുന്നു ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ നന്റെ പെറ്റിട്ടിനെങ്കിൽ എത്ര നല്ലിട്ടുണ്ട്. അഥവാ ബിലാലിന്റെ സ്ഥാനത്തിൽ ഞാൻ എന്തേ അബൂബക്കർ റളിയല്ലാഹു അൻഹുവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തരാക്കി സ്വർഗ്ഗപ്രവേശനം കൊണ്ടുണ്ട് ചൊല്ലുന്നു. അത് ഒരിക്കല്ല രണ്ട് വട്ടല്ല 7 വട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു അൻഹു ചൊല്ലുന്നു നിങ്ങൾക്ക് സ്വർഗ്ഗം ഉണ്ട് 7 വട്ട ചൊല്ലുന്നു. അയങ്ങള ബിലാൽ റളിയല്ലാഹു അൻഹുക്ക് ഇങ്ങനെ ഒരു കൂലി കിട്ടുമ്പോഴത്തേക്കും അയാളുടെ മനസ്സിലൊരു ആശ അല്ലാഹുവിന്റെ റസൂലേ നാണ് ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ നന്റെ പെറ്റിട്ടിനെങ്കിൽ എത്ര നല്ലിട്ട്. സുബ്ഹാനല്ലാഹ്. നമുക്ക് യഥാർത്ഥത്തില് ദുനിയാവിലെ വിഷയത്തിൽ ഉണ്ടാവുന്ന ആഗ്രഹം അല്ലെ നമുക്ക് വേണം അങ്ങനെ ചൊല്ലാം. ദുനിയാവിലെ ഒരാള് നല്ലൊരു അവ കിട്ടിയിട്ടുണ്ടായെങ്കിൽ അതേപോലത്തെ അവ നക്കിന്നിരെങ്കിൽ അല്ലെങ്കിൽ അതേപോലത്തെ ഒരു കാറ് നക്കിന്നിരെങ്കിൽ അതേപോലത്തെ ഒരു ബിസിനസ് നക്കിന്നിരെങ്കിൽ നമ്മൾ ദുനിയാവിലെ വിഷയത്തിൽ ആഗ്രഹിക്കുക. അങ്ങ് ആഖിറത്തിന്റെ വിഷയത്തിൽ ആഗ്രഹിച്ചാൽ ബിലാലിന്റെ ഉമ്മ നണ്ടുപെട്ടിട്ടില്ലെങ്കിൽ ബിലാലിനെ പോലെ നക്കും സ്വർഗത്തിൽ ബിലാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോളു നക്കിയെത്താത്തല്ല. അഥവാ നബി എത്രയ്ക്ക് മുന്നോട്ട് എത്താണ്ടല്ല നബിനെ മുന്നോളു നക്ക് സ്വർഗത്തിൽ നടന്നോയിക്കാത്തല്ലേ ചൊല്ലു അങ്ങ് ആഗ്രഹിച്ചാൽ അതായിട്ട് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. മൂന്നാമത്തെ വിഷയം സഹോദരന്മാരെ നോക്കുക, ബിലാൽ റളിയല്ലാഹു അൻഹു ആക്കിയ അമൽ അയാൾ ഇസ്ലാമിൽ അയാൾക്ക് കൂലി കിട്ടുകയോ അല്ലെങ്കിൽ അള്ളാഹു അയാളുടെ സ്ഥാനം യാറാക്കുകയോ എത്രയുള്ള അമൽ അയാളാക്കി. ഒന്നാമത്തേത് അയാൾ ഇസ്ലാമിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇസ്ലാം അയാളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സഹിച്ച ത്യാഗം നമ്മൾ പഠിച്ചതാണ്. ഇസ്ലാമിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ബാങ്ക് കൊടുത്ത വ്യക്തി അങ്ങനെ എന്തെല്ലാം പ്രത്യേകത അയാൾക്കുണ്ട്. അവിടെ ബിലാൽ റളിയല്ലാഹു അൻഹു ചൊല്ലുന്നതായിട്ട് ഈ ജനറക്കാർക്ക് നിസ്കാരമായിട്ട്. അപ്പൊ നമ്മളോട് മനസ്സിലാക്കുള്ളത് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ ചൊല്ലുന്നു ലാ തഹ്തിറന്ന മിനൽ മഅറൂഫി ഷൈഅ. നല്ലതാക്കുമ്പോൾ അത് ചെറിയത് വലിയത് ഒന്നര നിങ്ങൾ ചെറിയതായിട്ട് നിങ്ങൾ കാണുക. നല്ല ആക്കുന്ന വിഷയത്തിൽ എന്തില്ല ചെറിയത് വലിയതില്ല. എത്ര ചെറിയ അമലുണ്ടായെങ്കിലും നിങ്ങൾ ഇഖ്ലാസോട് കൂടി ആക്കിയിട്ടായെങ്കിൽ അള്ളാഹു അതിനെ എങ്ങനെ സ്വീകരിക്കാന്ന് നിങ്ങൾക്ക് ചൊല്ലുന്നത് സാധ്യയില്ല അല്ലെ. പിന്നെ ഈ ഹദീസിൽ ഉദാഹരണം ചൊല്ലുന്നത് വലൗ അൻ തൽഖ അഖാക ബിവജ്ഹിൻ തൽഖി. എന്താ ഉദാഹരണം? നിന്റെ മുസ്ലിമായ സഹോദരനെ മുഖത്ത് നോക്കിയിട്ട് ചിരിക്കുന്നതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ചെറിയ അമൽ. അപ്പൊ ഇവിടെ ബിലാൽ റളിയല്ലാഹു അൻഹു നോക്കുകയാണെങ്കിൽ അയാൾ എപ്പോ ഉദു എടുത്തെങ്കിലും 2 റക്അത്ത് നിസ്കരിച്ചു. അത് കണ്ടിന്യൂസ് ആയിട്ട് അയാൾ ആക്കി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നൊരു ഹദീസ് ഉണ്ട് അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി അദ്വമുഹാ വഇൻ ഖല്ല. അല്ലാഹുവിന്റെ ഏറ്റവും പിർസമുള്ള അമൽ ഏത്? അദ്വമുഹാ, നിങ്ങൾ എപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ആക്കുക. വഇൻ ഖല്ല അത് കൊറോടിയായെന്നും സമം. ഒരു നാളിൽ എല്ലാ നാളിലും ഒരാൾ 5 പേജ് ഖുർആൻ ഓതുന്നു. ഫോർ എക്സാമ്പിൾ എല്ലാ നാളുമായി ഓതുന്നു. ഒരു നാല് ഗുഡാൻട്ടായി ഓതുന്നു. അത് 5 പേജായി അള്ളാഹു നിശ്ചയിപ്പിക്കുന്നത്. എല്ലാ നാളിലും ഒരു 3 റക്അത്ത് ഏറ്റവും ചുരുങ്ങിയത് മിനിമം ആയി നിസ്കരിക്കുക. അത് എന്തെല്ലാം പ്രോബ്ലംസ് നിങ്ങൾ ഒരു 3 റക്അത്ത് നിസ്കരിക്കുക. ആ നിസ്കാരത്തിൽ വലിയ വലിയ സൂറത്തൊന്നുമായി ഓതില്ല, ചെറിയ ചെറിയ സൂറത്ത് ഓതിരെ ഒരു 5-10 മിനിറ്റ് ഉള്ളിലായി 3 റക്അത്ത് അയാൾ നിസ്കരിക്കില്ല. അത് ദായിമാക്കിട്ട് എപ്പോഴും അയാൾ നിസ്കരിക്കുന്നുണ്ടായെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടം ആ നിസ്കാരം. എപ്പെങ്കോർക്ക് നിസ്കരിക്കുന്ന ഒരാളുടെ നിസ്കാരത്തെ കാട്ടിയും എപ്പെങ്കോർക്ക് ഒരാൾ നിസ്കരിക്കും ചമ്മനാളെ ഓതിട്ട് നിസ്കരിക്കും. ആ നിസ്കാരത്തെ കാട്ടിയും അള്ളാഹു ഇഷ്ടം ഏതായിരിക്കും? എപ്പോഴും നിസ്കരിക്കുന്ന നിസ്കാരമായിരിക്കും. അപ്പൊ ഈ ഒരു സംഭവത്തിൽ ഇങ്ങനെയുള്ള ചെമ്മ ലെസൺസ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കൂടെ പഠിച്ചു മനസ്സിലാക്കുന്നുണ്ട്.
അപ്പൊ ബിലാൽ റളിയല്ലാഹു അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടത്. നാലാമത്തെ വിഷയം ഹദീസിൽ നാം മനസ്സിലാക്കുന്നത്, ഞങ്ങൾ ഇപ്പോൾ അശ്റത്തുൽ മുബശ്ശിരീൻ പഠിച്ചത് സ്വർഗ്ഗ അല്ലാഹു സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത കൊടുത്തെങ്കിൽ 10 സ്വഹാബിമാർ, അസ്ഹാബിമാരുടെ പേര് നമുക്ക് അങ്ങ് മാത്രമല്ല സ്വർഗ്ഗ അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്ന ദുനിയാവിൽ നിശ്ചയിച്ചു കൊടുത്ത ആൾമാർ, അല്ലെങ്കിൽ ദുനിയാവിൽ സ്വർഗ്ഗം ഉണ്ട് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷ വാർത്ത കൊടുത്തത് ആ 10 ആൾമാർക്ക് മാത്രമല്ല, അങ്ങല്ലാത്ത ധാരയും ആൾമാർക്ക് അല്ലാഹു റസൂൽ എന്താക്കി സ്വർഗ്ഗം ഉണ്ട് ചൊന്നു. ധാരയും ചമ്മ സ്വഹാബിമാർക്ക് ഉക്കാശ റളിയല്ലാഹു അൻഹുവെ ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നാൾ ചൊന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല 70,000 ആൾമാരെ നിശ്ചയിച്ചത. അങ്ങനെ പ്രത്യേകത എന്തിനാ? യദ്ഖുലൂനൽ ജന്നത ബിലാ അദാബിൻ വലാ ഹിസാബ്, ഒരു അദാബും ഒരു ഹിസാബും ഇല്ലാതെ അങ്ങ് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ചൊന്നു. അങ്ങനെ ഒരു പ്രത്യേകതയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നു. അപ്പോൾ ഉക്കാശ റളിയല്ലാഹു അൻഹു അയാൾ ചൊന്നു, അല്ലാഹുവിന്റെ റസൂലേ ആ വിഭാഗത്തിൽ നാണപ്പെട്ടത് നീ ദുആ ചെയ്തു റസൂലേ, ഒരിക്കലേ ചിച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നു, അൻത മിൻഹും, നീ അങ്ങനെയിൽപ്പെട്ടാണ്. അഥവാ നിങ്ങൾ 70,000 ആൾമാരിൽ നിങ്ങൾ ഉള്ളാണ്. അപ്പൊ പിന്നൊരു സ്വഹാബി ചൊന്നു, അല്ലാഹുവിന്റെ റസൂലേ നണ്ടേ നിങ്ങൾ അതിൽ പെടുത്തോളും. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ ചൊന്നു, സബത്ത് കൗകാശ, നിങ്ങളാണ്ടി മുന്നലും ആ ഓഫർ അങ്ങനെ ഓഫർ ഉണ്ട്, അത് നിങ്ങളാണ്ടി മുന്നാൽ ആരെടുത്ത് പോയിട്ട് ഉക്കാശ റളിയല്ലാഹു അൻഹു എടുത്തു പോയി. അപ്പൊ അയാൾക്കും ദുനിയാവിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനെ കൊടുത്തു? സ്വർഗ്ഗ സന്തോഷവാർത്ത കൊടുത്തു, ബിലാൽ റളിയല്ലാഹു അൻഹു കൊടുത്തു. അപ്പൊ സ്വർഗ്ഗമുണ്ട് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷ വാർത്ത കൊടുത്തത് ആർക്കെല്ലാം? ഈ 10 സ്വഹാബിമാർ മാത്രമല്ല, ധാരയും കുറേ സ്വഹാബിമാർക്ക് എന്തായാലും കൊടുത്തു ചൊല്ലിയ ഹദീസിലുള്ള നമുക്ക് കാണാൻ സാധ്യവും. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നു, പിന്നെ നാം ഇങ്ങനെ സ്വർഗ്ഗത്തിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു ഖൈമ, ഒരു ടെന്റ് നക്ക് അവിടെ കണ്ടു, അല്ലെങ്കിൽ ഒരു അവ നക്ക് കണ്ടു. തൂലുഹ, അതിലെ എത്ര ലോങ്ങിട്ട്, അത് ആ അവ എത്ര വലിയുണ്ടോ? തൂലുഹ 30 മൈല, 30 മൈൽ ദൂരമുള്ള ഒരു വലിയ ഒരു ടെന്റ്. ഫീ കുല്ലി സാവിയത്തിൻ മിൻഹാ ലിൽ മുഅ്മിനി അഹ്ലുൻ, ആ എല്ലാത്തിലും മുഅ്മിനുക്ക് അതിൻ്റെതായ ആൾമാരുള്ളാറ്. ലാ യറാഹുൽ ആഖറുൻ, അതിൽ മുഅ്മിനീങ്ങളായ ആൾമാരായിട്ട് അവിടെ ഉള്ളത്, അല്ലെങ്കിൽ മുഅ്മിനീങ്ങൾക്ക് അങ്ക് ബേന്മായ ആൾമാർ അതിൽ ഇക്കറാറ്. ലാ യറാഹുൽ ആഖറുൻ, വേറെ ആൾമാർ അങ്ങനെ കാണണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു ഈ വിഷയത്തിൽ. ഈ ഹദീസ് വേറെ വേറെ രൂപത്തിൽ വിശദീകരിക്കപ്പെട്ടു. ഞാൻ ഈ சொன்னது അതിന് ഒരു വിശദീകരണത്തിൽ വേറെയും അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ വിശദീകരിച്ചത് നമുക്ക് കാണാൻ സാധ്യവും. അതുകൊണ്ട് സഹോദരന്മാർ, അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സ്വർഗ്ഗത്തെ കാട്ടിക്കൊടുത്തു. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിലേക്ക് ഒരു പാലസ് ഈ പോയ പോക്കുൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു കാട്ടി. എന്നേ ഒരു വലിയ ഒരു പാലസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. ആ പാലസിൽ ഒരു പെണ്ണ് ഉദു എടുത്തു പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ കേക്ക് ആറുള്ളതേക്ക് കിട്ടി. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം ചൊല്ലുന്നു, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ മദീനത്തേക്ക് വന്നിട്ട് ആ ഹദീസ് വിശദീകരിക്കുമ്പോൾ സഹാബിമാർക്ക് ചൊല്ലുന്നു, ഞാൻ ആ പാലസിലെ ചന്ത കണ്ടപ്പോൾ നക്ക് അതിൽ പ്രവേശിക്കുന്നു ചൊല്ലുന്നു, എന്റെ മനസ്സിൽ ആഗ്രഹം വന്നു. മാത്രമാ അത് ഉമർ റളിയല്ലാഹു അൻഹുവല്ലേ, അത് ഉമർ റളിയല്ലാഹു അൻഹു ഒരു അർസ വേണ്ട ചൊല്ലുന്നു, ഞാൻ പ്രവേശിച്ചില്ല ചൊല്ലുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നത് നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കും. സഹോദരന്മാരെ, അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമരെ ജീവനത്തിൽ നമുക്ക് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം വിശദീകരിച്ചതുപോലെ അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബുദ്ധിമുട്ടുണ്ടായ സന്ദർഭത്തിൽ, മനസ്സിന് പിന്നെ സംഘർഷം ഉണ്ടായ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം കാട്ടി കൊടുക്കുന്നതായിട്ട്. അതിൽ പിന്നെ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെ എങ്ങനെ കാണണ്ടേ? പിന്നെ ഹിജ്റ പോകുമ്പോൾ നബി റളിയാവു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്ത് മുന്നൽത്താൻറ്റിയാർ ശക്തവു. പിന്നെ മദീനത്തേക്ക് പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എന്തെല്ലാക്കിയ ചരിത്രത്തിൽ നമ്മൾ കാണാൻ സാധ്യവും. മുന്നൽത്താൻറ്റിയാർ നബി സ്ട്രോങ്ങിൽ ഈ ദീനയുടെ മാർഗത്തിൽ പണിയെടുക്കുന്നത് കാണാൻ സാധിക്കും. മുന്നലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ത്യാഗ യാർ അനുഭവിച്ചു, പിന്നത്താൻറ്റിയാർ ത്യാഗം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായെങ്കിൽ ബാക്കിയുള്ള പ്രവർത്തനം പിന്നെ നമുക്ക് കാണാൻ സാധ്യം. അതുകൊണ്ട് ആ സ്വർഗത്തെ ഞങ്ങൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നു ചൊല്ലതേക്ക് ഞങ്ങളോട് മനസ്സിലാക്കുന്നു. സഹോദരന്മാരെ, സ്വർഗത്തെ വിഷയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുന്ന പലക്കെതിരെ ലഹും മാ യശാഊന ഫീഹാ, സ്വർഗം എല്ലാവരും ആഗ്രഹിക്കും. ഞങ്ങൾ വെറുതെ ചൊന്നെങ്കിൽ മാത്രം ചെയ്യാവല, അതിക്ക് വേണ്ട പ്രവർത്തന, അതിക്ക് വേണ്ടി ദുആ ഞങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവും. എന്തിനാ സ്വർഗ? ലഹും മാ യശാഊന ഫീഹാ,
അങ്ങ് ആഗ്രഹിക്കുന്നതല്ല ആ സ്വർഗത്തിലുണ്ട് നോക്കൂ. അതിന്റെ വിഷയത്തിൽ ഒരു ഹദീത്ത് മാത്രം നടപ്പാക്കിയിട്ട് ഈ ഹദീത്തിന്റെ ബാക്കി ನಾನು പോണെ. എന്തിനാ ഹദീത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നു ലമ്മാ ഖലഖല്ലാഹുൽ ജന്ന. ഈ ഹദീത്ത് ನಾನು എന്തിനു ചൊല്ലുന്നെങ്കിൽ ആറ് സ്വർഗത്തിലേക്ക് പ്രവേശിக்கிறேன் അല്ലെങ്കിൽ നരകത്തിലേക്ക് ആറ് പ്രവേശിக்கிறேன் ഗുന്താവുക വേണ്ടിയിട്ട് അങ്ങനെ വിചാരിക്കോ ചിലപ്പോൾ ನಾನು സ്വർഗത്തിലേക്ക് പോകട്ടെ, ನಾನು നിസ്കരിക്കിற, ನಾನು അമലാക്കിയില്ല, ನಾನು സ്വർഗത്തിലേക്ക് പോവ, ನಾನು നരകത്തിലൊന്നും എന്തായാലും പോവല, അങ്ങനെയുള്ള വിചാരിക്കുകയാണ്. അപ്പോൾ ഈ ഹദീത്തിൽ നമുക്ക് വ്യക്തമായിട്ട് പോകുന്ന സ്വർഗത്തിലേക്ക് പോകേണ്ടകാറ് നരകത്തിലേക്ക് പോകേണ്ടകാറ് ഈ ഹദീത്തിൽ രണ്ട് സ്വഭാവ നമുക്ക് പഠിപ്പാട്ടിട്ടാണ്. ആ രണ്ട് സ്വഭാവത്തിൽ ഞങ്ങൾ ഏത് സ്വഭാവത്തെ ആൾമാരിട്ട് ഞങ്ങൾ എന്താക്കിമയോ ഞങ്ങൾ പഠിച്ചിമയോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലമ്മാ ഖലഖല്ലാഹുൽ ജന്ന, സ്വർഗത്തെ അല്ലാഹു സൃഷ്ടിച്ചപ്പോൾ ഖാല ജിബ്രീൽ, ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹു ചൊല്ലുന്നു ഇദ്ഹബ് ഫൻദുർ ഇലൈഹാ. ജിബ്രീലിന്റെ നബി ചൊല്ലുന്നു ജിബ്രീൽ ഇങ്ങോട്ട് സ്വർഗത്തിലേക്ക് പോയിട്ട് നോക്കൂ, എങ്ങനെയുണ്ട് ഞാൻ ഇങ്ങനെ സ്വർഗത്തെ എങ്ങനെ സൃഷ്ടിച്ച അതിലെ ചന്തള്ള നിങ്ങൾ നോക്കി പറയും. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ പോയി. അങ്ങനെ പോയി വന്നിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം ചൊല്ലുന്നു അല്ലാഹു റസൂലെ ലാ യസ്മഉ ബിഹാ അഹദുൻ ഇല്ലാ ദഖല. ഫസ്റ്റ് സ്വർഗത്തെ കണ്ടു വന്നൽ പിന്നെ ജിബ്രീൽ ചൊല്ലുന്നു അല്ലാഹു റസൂൽ അല്ലാഹുവേ ഈ സ്വർഗത്തെ വിഷയത്തിൽ ഒരാൾ കേട്ടിട്ടായെങ്കിൽ അവൻ ആ സ്വർഗത്തിൽ പ്രവേശിക്കാൻ നിൽക്കല, അവൻ ഖണ്ഡിതമായിട്ടും ആ സ്വർഗത്തിൽ പ്രവേശിക്കുമ്പോൾ അവന് പണിയെടുത്തോണ്ടിരിക്കുക. സ്വാഭാവികമായിട്ടും ഞങ്ങൾ സ്വർഗത്തെ വിഷയത്തിൽ ചെന്ന കേൾക്കുന്ന സന്ദർഭത്തിൽ ഞങ്ങൾക്ക് ആഗ്രഹിക്കുന്നു സ്വർഗത്തിൽ പ്രവേശിക്കണം. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുമ്മ ഹുഫഹ ബിൽ മക്കാരി, പിന്നെ ആ സ്വർഗത്തിൽ അല്ലാഹു ഒരു കവറാക്കി സ്വർഗത്തിൽ ബിൽ മക്കാരി എന്ന മനുഷ്യന്മാരുടെ മനസ്സിന് പ്രയാസം ഉണ്ടാക്കുന്നതായി അങ്ക് ആക്കുക ബുദ്ധിമുട്ടാക്കുന്നതായ കുറെ വിഷയത്തെ അള്ളാഹു ആ സ്വർഗത്തെ കവറാക്കി. മക്കാരെങ്കിൽ നിസ്കാരം, നിസ്കാരം മനുഷ്യന്റെ മനസ്സിൽ എന്തുള്ളതായിരിക്കും, ഒരു ഭാരവുമില്ല, ഒരു പ്രയാസവുമില്ലതായിരിക്കും, ഒരു ബുദ്ധിമുട്ടുള്ളതായിരിക്കും. അപ്പൊ അങ്ങനത്തെ കുറെ അമല് കൊണ്ടിട്ടും അല്ല അങ്ങനത്തെ കുറെ സ്വഭാവം കൊണ്ടിട്ടും പ്രവർത്തനം കൊണ്ടിട്ടും അള്ളാഹു സ്വർഗത്തെ എന്താക്കിയ കവറാക്കി. പിന്നെ ജിബ്രീൽ ഇപ്പൊ പോയിട്ട് നോക്കൂ. അപ്പൊ ജിബ്രീൽ പോയി വന്നു. ജിബ്രീൽ പോയി വന്നാൽ പിന്നെ അള്ളാഹു അള്ളാഹു നീನು പാട്ട് നക്ക് സ്വർഗ കാട്ടിയല്ലേ, അതിക്ക് എല്ലാവരും പ്രവേശിക്കുകയും ആഗ്രഹിക്കുക. ഈ സ്വർഗത്തിക്ക് ആരെങ്കിലും സ്വർഗത്തിക്ക് പ്രവേശിക്കുവാറായിട്ട് നക്കിപ്പോ പേടിയായിട്ടുണ്ട്. കാരണം അള്ളാഹു സ്വർഗത്തെ എങ്ങനെ കവറാക്കിയത് അഥവാ മനുഷ്യർക്ക് ആക്കുക ബുദ്ധിമുട്ടുള്ള പ്രവർത്തനം കൊണ്ടിട്ടായിട്ട് അള്ളാഹു സ്വർഗത്തെ കവറാക്കിയത്. ബുദ്ധിമുട്ട് മനുഷ്യരുടെ മനസ്സ് നിസ്കാര ഇബാദത്ത് ദിക്ർ ഖുർആൻ അങ്ങനെയുള്ള ആത്മത്ത് കയറ്റിട്ട് നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കുക. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തെ സൃഷ്ടിച്ചു. നരകത്തെ സൃഷ്ടിച്ചാൽ പിന്നെ ഇതേപോലെ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ നരകത്തിൽ പോയി നോക്കി പറഞ്ഞു. പോയി വന്നാൽ പിന്നെ ജിബ്രീൽ അല്ലാഹു ലാ യസ്മഉ ബിഹാ അഹദുൻ ഫയദ്ഖുലഹാ, അല്ലാഹു ഒരിക്കലും നരകത്തെ കേട്ട ഒരാൾ ഒരിക്കലും നരകത്തിൽ പ്രവേശിക്കണം. അത്രയും ഭയാനകമായിട്ട് നരകം. അപ്പൊ പിന്നെ അള്ളാഹു പിന്നെ സ്വർഗത്തെ മക്കാരി അഥവാ മനുഷ്യരെ മനസ്സിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അമൽ കൊണ്ടിട്ട് സ്വർഗത്തെ മൂടിയതുപോലെ നരകത്തെ അള്ളാഹു കവറാക്കിയ ബിശ്ശഹവാത്ത്, മനുഷ്യരെ മനസ്സിന് ആഗ്രഹമുള്ള കുറെ അമൽ കൊണ്ടിട്ട് നരകത്തെ അള്ളാഹു കവറാക്കി. ഷഹവാത്ത് ഞങ്ങളെ മനസ്സ് ഇച്ഛ ഞങ്ങളെ ദേഹിച്ചുണ്ടല്ലോ, അഥവാ ഹറാമാക്കുള്ളതും അങ്ങനത്തെ കുറെ ഹറാമ് കൊണ്ടിട്ടു അള്ളാഹു നരകത്തെ കവറാക്കാം. പിന്നെ ജിബ്രീലിന്റെ ടച്ചുള്ള ജിബ്രീൽ നിങ്ങൾ പോയി നോക്കുന്നു. പിന്നെ ജിബ്രീൽ നോക്കിയ പോയി വന്നാൽ പിന്നെ ജിബ്രീൽ അലൈഹിസ്സലാം ചൊല്ലുന്നു അല്ലാഹു റസൂല ലഖദ് ഖശീതു അല്ലാ യബ്ഖ അഹദുൻ ഇല്ലാ ദഖല. അല്ലാഹു പാട്ട് ഞാൻ നരകത്തെ നോക്കിയല്ലേ, ആ നരകത്തിൽ ആരും പ്രവേശിക്കുക ആഗ്രഹിക്കല ആയെങ്കില നക്കൊരു പേടിയുണ്ടു. ഇത് എല്ലാരും നരകത്തിക്ക് പോവാറായിട്ടൊരു പേടി നക്കുള്ളൂ. കാരണം നരകം അല്ലാഹു സൃഷ്ടിച്ചിരങ്ങനെ ഒരു മനുഷ്യന് ഈസി ആയിട്ട് അവന്റെ മനസ്സ് ആഗ്രഹിക്കുന്ന പോലത്തെ ഹറാമും അതേപോലത്തെ ഞങ്ങളെ മനസ്സ് എന്നുള്ള ഞങ്ങൾക്ക് ചൊല്ല അങ്ങനത്തെ കുറെ ഹറാമ് കൊണ്ടിട്ടേക്ക് അള്ളാഹു നരകത്തെ എന്താക്കിയത് അവരാക്കി. പിന്നെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നു നരക ചൊല്ലത് സ്വർഗ്ഗ ചൊല്ലത് ഹുഫ്ഫത്തിൽ ജന്നത്തു ബിൽ മകാരിഹി വഹുഫ്ഫത്തിൽ നാറു ബിശ്ശഹവാത്ത്. സ്വർഗ്ഗത്തെ അള്ളാഹു മകാരിഹി കൊണ്ടിട്ട് മനുഷ്യരെ മനസ്സിന് പ്രയാസം ഉണ്ടാക്കുന്ന ഇബാദത്ത് കൊണ്ടിട്ട് അള്ളാഹു സ്വർഗ്ഗത്തെ കവറാക്കിയാൽ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് അള്ളാഹു സ്വർഗ്ഗത്തെ കവറാക്കി. അപ്പൊ ഇതിൽ ഞങ്ങൾ ഏതിലുള്ളാണ്ട് നമ്മൾ ചിന്തിക്കൊണ്ടായിരിക്കും. നിസ്കരിക്കുന്നതും ഇബാദത്താക്കുന്നതും അമലാക്കുന്നതും അതെല്ലാം ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ്. അപ്പൊ ഞങ്ങൾ എവിടെ പോവാ, നമുക്ക് സ്വർഗത്തേക്ക് പോകാൻ സാധ്യതയുണ്ട്.
അങ്ങനത്തെ മക്കാരെ ഞങ്ങളുടെ മനസ്സിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന നമ്മൾ ആർക്കെങ്കിൽ മാത്രം നിങ്ങൾക്ക് സ്വർഗത്തേക്ക് പോകുന്നത് സാധ്യമാണ്. ഇത് ഞങ്ങളുടെ അവസ്ഥ ഷഹവാത്താണ്. എപ്പോഴും ഹറാമ് കേൾക്കുക, ഹറാമ് കാണ്ട, ഹറാമ് ചൊല്ലെ, ഹറാമുള്ള ജീവനമാണ് നമുക്കുള്ളേ. അപ്പൊ ഞങ്ങൾ എവിടേക്ക് പോവാൻ? സ്വർഗമാ നരകമാ? അങ്ങോട്ട് ചിന്തിച്ചു നോക്കും. അപ്പൊ ഗൗരവമുള്ളതായ വിഷയം നോക്കൊരു സഹോദരന്മാരെ കൂടെ നമുക്ക് കാണുക സാധ്യതയുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു സഫർ ഇത് കണ്ടിന്യൂ ആവുമ്പോഴത്തേക്കും അള്ളാഹു റസൂൽ ഒരു മലക്കരെ കാണും. അങ്ങനെ മലക്കരെ കണ്ടത് ചൊല്ലു ನಾನು ಚೆಮ್ಮ ಮಲಕರங்களை ಕಂಡೆ. ಫಲಂ ಯಲ್ತನಿ ಮಲಕುನ್ ಇಲ್ಲಾ ವಾಹಿಕನ್ ಮುಸ್ತಬ್ಶಿರ. എല്ലാ മലക്കരങ്ങും കണ്ട കാണുമെന്ന് ചിരിച്ചോയിന്നാൽ ചിരിച്ചിട്ട് അങ്ങനെ എപ്പോഴും ഒരു ശുപാർശ തന്നോയിന്നാൽ അല്ലെങ്കിൽ നിങ്ങളുടെ സലാം ചൊന്നോയിന്നാൽ യഖൂലു ഖൈറൻ വയദ്ഉ ബിഹി. എപ്പോഴും ആ മലക്കരങ്ങൾ എല്ലാ മലക്കരങ്ങും നിന്റെ ഖൈർ ചൊന്നോയിന്നാൽ നക്ക് വേണ്ടി ദുആ നോയിന്നാൽ അങ്ങനെ എല്ലാ മലക്കരങ്ങളെയും അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കൊറിയ മലക്കരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. പിന്നെ നബി ചൊല്ലിയ ഹത്താ ലഖിയനി മലകുൻ മിനൽ മലായിക. പിന്നെ നാളെ മലക്കരെ കണ്ടു. ആ മലക്കര പ്രത്യേകത എന്തേ? ആ മലക്ക് ഫഖാല മിസ്ല മാ ഖാലു വദആ ബിമിസ്ലി മാ ദഅു. ആ മലക്കും നന്നിട്ട് സലാം ചൊല്ലിച്ചു, അതേപോലെ നക്ക് വേണ്ടിട്ട് ആ മലക്ക് ദുആ നടത്തി എല്ലാം ആയങ്കല ലം അറ മിൻഹു മിനൽ ബശരി മിനൽ ബശരി മിസ്ല അല്ലദി റഅയ്തു മിൻ ഗൈരിഹി. ഞാൻ ആ മലക്കരെ കണ്ടപ്പോ ബാക്കി മലക്കരങ്ങളെ കണ്ട പോലല്ല. അയാൾ ചിരിച്ചോയില്ല, അയാളുടെ മുഖത്തിൽ എപ്പോ ഒരു അർസ പോലെ അയാൾ ബാക്കി കണ്ടിട്ട് സലാമുള്ള ചൊല്ലിച്ചു, നക്ക് വേണ്ടിട്ട് ദ്വാരത്ത് അയാൾ ചിരിച്ചോയില്ല നക്ക് കണ്ടത്. അപ്പൊ ഞാൻ ജിബ്രീലിന്റെ കേട്ട യാ ജിബ്രീൽ മൻ ഹാദൽ മലക്ക്, ഈ മലക്കാരൻ. അപ്പൊ ഈ മലക്ക് എല്ലാം കണ്ടിട്ടാക്കിട്ട് മാത്രം അയാൾ ചിരിച്ചോയില്ല. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം ചൊല്ലിച്ചു, പിന്നെ വലം യദ്ഹക. മലക്ക് ചിരിച്ചിട്ടല്ല ജിബ്രീൽ അലൈഹിസ്സലാം ചൊല്ലിച്ചു, അത് ആരെ എത്തിക്കരുത്? അത് മലക്ക് നരകത്തെ കാക്കുന്നതായ മലക്ക് മാലിക്ക എത്തിക്കുന്നത്. അയാളുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച നാളെ കുറിച്ച് പിണ്ടുതോള അയാൾ എന്താക്കില്ല, ചിരിച്ചിട്ടിക്കലാണ്. നരകത്തെ കാക്കുന്നതായ മാലിക്കയുടെ വിഷയത്തിലായിട്ട് തെളിയിച്ചിട്ടുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇന്നഹു ലൗ കാന ളഹിക ഇലാ അഹദിൻ കാന ഖബലക ഔ കാന ളാഹികൻ ഇലാ അഹദിൻ ബഅദക ലളഹിക ഇലൈഹി. അല്ലാഹു റസൂല ആ മലക്കുണ്ടല്ലേ, ആരട്ടെങ്കിലും ചിരിക്കുക ഒരു ചാൻസ് ഇന്നിട്ടായെങ്കിൽ, അല്ലെങ്കിൽ ആ മലക്ക് ചിരിക്കുക ഒരു മനസ്സിൽ നിന്നിട്ടായെങ്കിൽ അതായത് നിങ്ങൾക്ക് ചിരിക്കാം. മുന്നോട്ട് വേറെ ആർക്കും ചിരിച്ചിട്ടില്ല, എന്നൊരാളിട്ട് ചിരിക്കുകയും പോണില്ല, ഇനി ചിരിക്കുക മനസ്സിൽ നിന്നിട്ടായാലും നിങ്ങൾക്ക് ചിരിക്കാം. അയാൾ അയാൾ ചിരിക്കില്ല. കാരണം എന്തേ? മാലിക്കുൻ ഖാസിനുൻ നാർ, നരകത്തെ കാക്കുന്നതായ മാലിക്കു ചൊല്ലതായ മലക്കൈക്കുന്നത്. സഹോദരന്മാർ, നരകത്തെ ശിക്ഷ അനുഭവിക്കുന്ന ആളല്ല, നരകത്തേക്ക് പ്രവേശിക്കുന്ന ആളാണ്. നരകത്തെ കാക്കുന്ന മലക്ക്, ആ മലക്ക് ചിരിക്കില്ലാണ്ടായിട്ട് അള്ളാഹു നരകത്തെ അവസ്ഥ എന്തിനായിട്ട് അള്ളാഹു ഞങ്ങൾക്ക് ഈ ചരിത്രങ്ങളെ പഠിക്കുന്നതും മനസ്സിലാക്കുന്നതും എന്ത് കഴിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ ഈ രൂപത്തിൽ നമ്മൾ ഇത് മനസ്സിലാക്കണം. അപ്പൊ ഇതായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഇസ്റാ വൽ മിഅ്റാജ് ചൊല്ലിട്ട് ഈ ഒരു യാത്ര. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്തേക്ക് റിട്ടേൺ പണ്ട്, പിന്നെ മക്കത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫജ്ർ നിസ്കരിച്ചു. അപ്പൊ മക്കത്തെ ഖുറൈശിരങ്ങ ഓരോരുത്തർക്കും നബി ഈ ഒരു യാത്ര ചൊല്ലി ഫജ്ർ നിസ്കരിച്ചു. പിന്നെ അബൂ ജഹലിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണ്ട്, അബൂ ജഹലിനെ മുൻപിൽ കാണ്ട് അബൂ ജഹൽ തമാശാക്കുന്നത്, അബൂബക്കർ റളിയല്ലാഹു അൻഹു പോയിട്ട് കേൾക്കുന്നത് ഞങ്ങൾ ചരിത്രത്തിൽ പഠിക്കണം അല്ലെ. ഈ ഒരു സംഭവത്തിലേക്ക് അബൂബക്കർ റളിയല്ലാഹു അൻഹു സിദ്ദീഖ് ചൊല്ലിക്ക് പേര് കിട്ടിയത് അല്ലെ. അബൂ ജഹൽ പോയിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു ചൊല്ലുക, നിന്റെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊരു ചൊല്ലുന്നു, ഇന്നലെ ജാവു ബൈത്തുൽ മഖ്ദിസിലേക്ക് പോയിട്ട് അവിടെ പിന്നെ ആകാശ ലോകത്തേക്ക് പോയിട്ട് വന്നതിനെ ചൊല്ലുന്നു. അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹു ചൊന്ന പലക്കെതിരെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നത് അതാണ് എത്തിക്കൂട്ടേക്ക്, അഥവാ ഈമാനെത്തിക്ക് അവിടെ കാണും. ആയെങ്കിൽ അതേ സന്ദർഭത്തിൽ മക്കൾക്ക് കുറെ ഇസ്ലാം സ്വീകരിച്ച ആൾമാർ ഇസ്ലാം വിട്ടുപോണ്ട, അത് മുർത്തതായി പോണ്ട ഈ ഒരു സംഭവം കാരണം അതേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ചൊല്ലുന്നു, ഇസ്ലാം ദീനിലെ ഓരോ വിഷയത്തോടെ എന്തായിട്ട് അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കുന്നു. നാളെ പരീക്ഷണായിട്ടിരിക്കുന്നു. നാളെ ജീവിതത്തിൽ പ്രോബ്ലംസ് കണ്ടതും ഖുർആന്റെ കുറെ ആയത്തും ഹദീസും ചരിത്രവും ഇതെല്ലാം കേൾക്കുമ്പോൾ നാളെ മനസ്സിലാവും. ചില ആൾമാർക്ക് ചില ഹദീസ് കേട്ടെങ്കിൽ അതങ്ങനെ ഉണ്ടായില്ലേക്കുള്ള ഒരു ചിന്തന, അല്ലെങ്കിൽ ചില ആൾമാർക്ക് ചില സംഭവം ഖുർആനിൽ ചില സംഭവം ഉണ്ട്. ഇപ്പൊ ഇന്ന് നമ്മുടെ ആയത്ത് യുക്തിവാദിമാരെ ചിത്ര യാറായത്തിലേക്ക് കാലഘട്ടത്തിൽ അങ്ങനത്തെ ആൾമാർ ഖുർആന്റെ ഏതെങ്കിലും ചില സംഭവം കൊണ്ടാണ് ഖുർആൻ അങ്ങനെ ഉണ്ടല്ലേ ഇങ്ങനെ ഉണ്ടല്ലേ
അങ്ങനെ ഉണ്ടാവും. നരകത്തെ വിഷയം, സ്വർഗത്തെ വിഷയം, സ്വന്തം വിഷയങ്ങളൊക്കെ വന്നിട്ട് ചില ആൾമാർ ഞങ്ങളെ ഫിത്തന ഉണ്ടാക്കുകയാണ്, അല്ലെങ്കിൽ ചില ആൾമാർ ഞങ്ങളെ മനസ്സുക്ക് വസ്വാസം ഇട്ടതാണ്. അപ്പൊ ഞങ്ങൾ ഈമാൻ ഗട്ടിയായിരിക്കും. ഇതുപോലെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഈമാൻ ഗട്ടിയായിരിക്കും. അതുപോലെ മുനാഫിക്കുകളെ പോലെ അത് കേട്ട സത്യം ഒക്കെ അല്ലേ അപ്പമേ ക്വസ്റ്റ്യൻ ആക്കരുത്. ആൾമാരെ കേൾക്കുക അങ്ങനെ ഉണ്ടാ, അങ്ങനെയുള്ള എങ്ങനെ ഇരിക്കരുത്, സ്വർഗം എങ്ങനെ, നരകം എങ്ങനെ, അതുള്ള ഞങ്ങൾ വിചാരിക്കുക. അങ്ങനെ ചില ആൾമാർ ചിന്തിച്ചിട്ട് എന്താ പറയുക, ദീനരെ ചിലപ്പോ അങ്ങ് മുസ്ലിം ആയിട്ടിക്കുവാറ്, പള്ളിക്ക് നിസ്കരിക്കുക പറയുവാറ്, അങ്ങളെ മനസ്സിൽ അങ്ങനെ എന്തായിട്ടിക്കുവാറ്, അങ്ങനെ ദീനരെ വിട്ടിട്ടു പോയിട്ടിരിക്കണം. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ ഇവിടെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഈമാനായിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധ്യമാണ്. ഇതില് ലാസ്റ്റ് ക്ലാസ്സിൽ ചെന്ന ഒരു ഹദീസ് മാത്രം ചെന്നിട്ടു ഞാൻ എന്റെ ക്ലാസ്സിൽ പാട്ടാൻ സഹോദരൻ. നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നബി ഒരു സഫറിൽ 3 വിഷയത്തെ അല്ലാഹു നമുക്ക് തന്നെ. എന്തിനെ? ഒന്ന് സ്വലവാത്തുൽ ഖംസ്, 5 നേരത്തെ നിസ്കാരം. രണ്ട് ഖവാതീമു സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറത്തെ ലാസ്റ്റ് 2 ആയത്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു മൂന്നാമത്തെ അല്ലാഹു നമുക്ക് തന്ന വയുഗ്ഫറു ലിമൻ മാത മിൻ ഉമ്മത്തിഹി ലാ യുശ്രികു ബില്ലാഹി ഷൈഅ. അല്ലാഹുവിന്റെ റസൂലെ നിങ്ങളുടെ ഉമ്മത്തിൽ ശിർക്കാക്കാണ്ട് മരിക്കുന്ന ആൾമാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുക, അഥവാ സ്വർഗ്ഗം ഉണ്ട്. അങ്ങനെ ആക്കിയതായ തപ്പുകളുടെ ശിക്ഷ കഴിഞ്ഞു പിന്നെ നിങ്ങൾക്ക് സ്വർഗ്ഗം ഉണ്ട്. ഇത് നബിയുടെ ഉമ്മത്തിന് അല്ലാഹു കൊടുത്തേ വലിയൊരു ഓഫർ ആയിട്ട്. അപ്പൊ സഹോദരന്മാരെ നോക്കൂ, ഞങ്ങൾ സ്വർഗത്തെ വിഷയത്തിൽ പഠിച്ച, നരകത്തെ വിഷയത്തിൽ ഞങ്ങൾ പഠിച്ച, ആ നരകത്തിൽ ഞങ്ങൾ രക്ഷപ്പെടും. ഞങ്ങൾ സ്വർഗത്തേക്ക് പ്രവേശിക്കണം. സ്വർഗത്തേക്ക് പ്രവേശിക്കുന്ന ആൾമാരിൽ ഞങ്ങൾ പെടണം. ഞങ്ങളെ അമല് കൊണ്ട് ഞങ്ങൾക്ക് സ്വർഗത്തേക്ക് പ്രവേശിക്കുകയില്ലെന്നും അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അങ്ങനെ പ്രവേശിക്കുന്ന ആൾമാരിലേ ഞങ്ങൾ പെടും. ഇനി എന്തെങ്കിലും കാരണം കൊണ്ട് ഞങ്ങളെ അമല് കൊണ്ട് ഞങ്ങൾക്ക് സ്വർഗത്തേക്ക് പ്രവേശിക്കുകയില്ലെന്നും ഏതെങ്കിലും ഒരു അവസ്ഥയിൽ അല്ലാഹു റസൂലിന്റെ ശഫാഅത്ത് കൊണ്ടിട്ടെങ്കിലും സ്വർഗത്തേക്ക് പ്രവേശിക്കുന്നുണ്ടായെങ്കിൽ ഞങ്ങളെ മനസ്സിൽ എന്ത് വേണം? ഈമാൻ വേണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് വേണം. പക്ഷെ ആൾക്കാർ ചിന്തിക്കുവാറ് മുസ്ലിംമാരെല്ലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിക്കുന്ന ആൾമാരല്ലേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിക്കാത്ത, തൗഹീദ് ഇല്ലാത്ത, അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കാത്ത മുസ്ലിംമാരെ ഉള്ളാറാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ചൊല്ലെ വമാ യുമിനു അക്സറുഹും ഇല്ലാ വഹും മുശ്രികൂൻ. അല്ലാഹു ഖുർആനിൽ ചൊല്ലെ എന്ത്? വമാ യുമിനു അക്സറുഹും, യാറത്തെ ആൾമാരും അങ്ങ് വിശ്വസിക്കുന്നുണ്ടായെങ്കിൽ ഞങ്ങളുടെ മനസ്സിൽ എന്ത് വേണം? ഈമാൻ വേണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് വേണം. പക്ഷെ ആൾക്കാർ ചിന്തിക്കുവാറ് മുസ്ലിംമാരെല്ലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിക്കുന്ന ആൾമാരല്ലേ. ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിക്കാത്ത, തൗഹീദ് ഇല്ലാത്ത, അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കാത്ത മുസ്ലിംമാരെ ഉള്ളാറാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ചൊല്ലെ വമാ യുമിനു അക്സറുഹും ഇല്ലാ വഹും മുശ്രികൂൻ. അല്ലാഹു ഖുർആനിൽ ചൊല്ലെ എന്ത്? വമാ യുമിനു അക്സറുഹും, യാറത്തെ ആൾമാരും അങ്ങ് വിശ്വസിக்கிறார். அல்லாஹ் உண்டு விசுவசிக்கிறாரு, நபியை விசுவசிக்கிறாரு, சொர்க்க நரகம் எல்லாம் விசுவசிக்கிறாரு. ஆயங்களா இல்லா வஹும் முஷ்ரிகூன், ஆயங்களான ஷிர்காக்கி வைக்கிறாரு. ஏது ஷிர்க்? இப்ப ഈ ആയത്തിൽ சொன்ன ഈ ஷிர்காக்காண்டு நீங்க மரிக்கணும்னு சொன்ன ആ ஷிர்க் വിശ്വസിக்கிற யாரത്തെ ആൾമാർ മാറ്റി ഉള്ളാரு അല്ലേ. ഇപ്പൊ മുസ്ലിമരെ ആക്കുறாரு, അങ്ങനത്തെ വിശ്വാസമുള്ള ആൾമാരുള്ള അല്ലെ. ഞങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്ന വിഷയത്തിക്കുന്നേ ദ്വാരക്കുണായത് ആരൊട്ടിക്കാൻ അള്ളാഹുട്ട് മാത്രം. ഞങ്ങളുടെ ജീവനത്തിൽ ഒരു സംകഷ്ടം വന്ന്, ബുദ്ധിമുട്ട് വന്ന് ഞങ്ങൾ ആരുടെ ദ്വാരക്കുണായി അള്ളാഹുട്ടിക്ക് അള്ളാഹു അല്ലാണ്ട് ഒരാളും ഞങ്ങളെ ഉദ്ദേശത്തെ പൂർത്തിയാക്കുക, ഞങ്ങളെ ബുദ്ധിമുട്ട് ദൂരാക്കുക ഒരാൾക്കും സാധ്യമില്ല. ഞങ്ങളുടെ ആയത്തിൽ ചില ഉസ്താദരങ്ങ സ്പീച്ച് ആക്കുறாரு. എന്ത്? അള്ളാഹുട്ട് മാത്രം ദ്വാരക്കേ ചൊല്ലത് அது இபிலீஸ்ர மில்லத்தை இட்டிக்கிறது, அதோ இபிலீஸ்ர வாத இட்டிக்கிறது. அல்லாஹ்ட்ட மாத்திர துஆ இருக்குன்னு சொல்லுது. நஊது பில்லாஹ். നോക്കൂ, നിങ്ങൾ പരിശുദ്ധ ഖുർആന്റെ ആശയം ഇതാണ് അംഗീകരിക്കാത്ത. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അപ്പൊ ഈ ചൊല്ലി ഒരു ആയത്തും ഹദീസും അല്ലെങ്കിൽ ഖുർആനും എല്ലാം ദുർവ്യാഖ്യാനിച്ചിട്ട് ഞങ്ങൾക്കൊരു ഉദ്ദേശം പറമ്പത്തു, ഞങ്ങളുടെ മനസ്സിലൊരു ആഗ്രഹം പറമ്പത്തു അല്ലാണ്ട് വിളിക്കരുതരായിട്ട് യാറാ അള്ളാഹു അല്ലാത്ത അള്ളാഹുടെ സൃഷ്ടിമാരെ വിളിക്കുന്ന അവസ്ഥയിൽ ചില ആൾമാർ എത്തിപ്പെട്ടാറ്. ഞങ്ങൾ റായത്ത് നിങ്ങൾ ചിന്തിച്ചു നോക്കും. ഞങ്ങൾ ഒന്ന് പിന്നെ ഞങ്ങൾ റായത്ത് ഞങ്ങൾ സാധാരണ ചൊല്ല ഞങ്ങൾ പിന്നെ ഇടങ്ങിട്ട് കൂടെ എന്നാണ് ചൊല്ലും, ജസ്റ്റ് ഇങ്ങനെ സ്ലിപ്പായിട്ട് കൂടി. അപ്പൊ ഞങ്ങൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് അപ്പൊ അള്ളാണ്ടായിട്ട് ഒരു മുസ്ലിം വിളിക്കണായി ഞങ്ങൾ റായത്ത് യാരത്ത് ഞങ്ങൾ യൂസ് ആക്കുന്നതായിട്ട് ഭൂലോക്ക് പോകുമ്പോ യാ മുഹിയദ്ദീൻ വിളിക്കുക. എന്തിനാ അപ്പൊ യാ മുഹിയദ്ദീൻ വിളിക്കുന്നതിന്റെ ഉദ്ദേശം സഹോദരന്മാർ? എന്തിനാ അവിടെ ഞങ്ങൾ വിളിക്കുന്നതിന്റെ ഉദ്ദേശം? ഞങ്ങളെ മനസ്സിലങ്ങനെ ഉദ്ദേശം ഉണ്ടായില്ലേ എന്തരാക്കി അപ്പറ ഒരാൾ വിളിക്കുമ്പോൾ അയാളുടെ ഉദ്ദേശം എന്തിനാ ഒരു സഹായ അവിടെ ബണ്ടി ചൊല്ലിട്ട ഉദ്ദേശത്തിലല്ലേ അവിടെ വിളിക്കുന്നത്. യാ അള്ളാണ്ടല്ലേ ഞങ്ങൾ വിളിക്കൊണ്ടായത്. അപ്പൊ യാ അള്ളാൻ ചൊല്ലിട്ട മുസ്ലിം എങ്ങനെ യാ മുഹിയദ്ദീൻ ചൊല്ലിട്ട അവസ്ഥക്ക് എത്തിയ അവിടെ നിങ്ങൾ ചിന്തിക്കും. ഞങ്ങളുടെ ആയത്ത് ഞങ്ങളെ മുസ്ലിം ഇറങ്ങ ഓതുന്നതായ കുറെ മൗലൂദും റാത്തീബും എല്ലാം ഞങ്ങൾ എടുത്തു നോക്കി അവിടെ നിങ്ങൾക്ക് കാണുക സാധ്യമാവും. മുഹിയദ്ദീൻ ഷേഖ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ വിഷയത്തിൽ കുത്തുബിയത്തിൽ ചൊല്ലിട്ടതായ ഒരു പലക്ക മുഹിയദ്ദീൻ ഷേഖ് റഹ്മത്തുള്ളാഹി അലൈഹി ചൊല്ലു
കുത്തുബിയത്തിൽ ചൊല്ലുന്നത്. അയാൾ അങ്ങനെ ചൊല്ലിട്ട വ്യക്തിയല്ല, അയാൾ ഒരു തൗഹീദിനതായ ഒരു വ്യക്തിയായിട്ട് മുഹ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി വിഷയത്തിൽ ചൊല്ലുന്നത്. അയാൾ ചൊല്ലുക വമൻ യുനാദിസ്മി അൽഫൻ, നന്റെ പേര് ഒരാൾ 1000 പട്ട വിളിച്ചെങ്കിൽ അജബതുഹു മുസ്രിഅ, അയാൾ വിളിച്ചെങ്കിൽ അപ്പമേ ഞാൻ അയാൾക്ക് ആൻസർ ആക്കുറേൻ ചൊല്ലു മുഹ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹി ചൊല്ലുക. നിങ്ങൾ നോക്കൊരു കുത്തുബിയത്തിലത്. അതുകൊണ്ടായിട്ട് ലൈറ്റ് എല്ലാം ഓഫ് ആക്കിയിട്ട് 1000 പട്ട യാ ശൈഖ് മുഹ്യിദ്ദീൻ യാ ശൈഖ് യാ ഗൗസ് യാ മുഹ്യിദ്ദീൻ ചൊല്ലു വിളിക്കുന്നത് 1000 പട്ട ഈ ഒരു കവിതയുടെ അടിസ്ഥാനത്തിലേക്ക് അഥവാ 1000 പട്ട മുഹ്യിദ്ദീൻ ശൈഖ് വിളിച്ചെങ്കിൽ മുഹ്യിദ്ദീൻ ശൈഖ് അപ്പമേ ഉത്തരാക്കുന്നത്. അതിന് നോക്കില്ല ഈ ചൊന്നേ ഈ കുത്തുബിയത്ര ഇതേ ലൈന് ഇതിക്ക് സമാനമായ ഒരു ലൈന് പരിശുദ്ധ ഖുർആനിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുക ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്റെ വിളിക്കൊണ്ടാണ് ഈ ഉത്തരത്താൻ. അപ്പൊ ഇതിക്ക് സമാനമായിട്ട് ഖുർആൻ ഉണ്ടാക്കിരമാ, ഖുർആനിന് സമാനമായിട്ട് ഇതുണ്ടാക്കിരമായിട്ട് നിങ്ങൾ തീരുമാനിക്കും. അപ്പൊ ഇവിടെ ഈ ആയത്തിൽ ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നത് നിങ്ങൾ ശിർക്കാക്കാത്ത അവസ്ഥയിൽ പരിപൂർണ്ണ തൗഹീദോട് കൂടിയിട്ട് നിങ്ങൾ മരിക്കുക തയ്യാറാവണം. അല്ലാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. അപ്പൊ എന്റെ സഹോദരന്മാർക്ക് നമുക്ക് ചൊല്ലുള്ളത് എന്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നമ്മൾ പഠിക്കൊണ്ടേ. വേറെന്തുമല്ല, ഇത് തർക്കിക്കുന്ന വിഷയമല്ല, ഇതൊരു വാദപ്രതിവാദ സംവാദ മുഖാമുഖി നടത്തുന്ന വിഷയമല്ല. ഇത് ഞങ്ങൾ പരലോകയിട്ടിരിക്കുന്ന ഞാൻ ഇണ്ട് അസറുക മരിച്ചെങ്കിൽ ನಾನು ಮರಿಕಿರ ಆ ಮೂಮೆಂಟ್ ತೊಡಗಿರೋ ഒരു ജീവന ഉണ്ട്. ആ ജീവനത്തിൽ ഞാൻ അനുഭവിക്കുക പോകേണ്ട വിഷയം. അത് ഏതെങ്കിലും ഒരു വ്യക്തി ചൊന്തു വിചാരിച്ചിട്ട് ഞങ്ങൾ മുണ്ട തയ്க்கிறಲ್ಲ. ഞങ്ങൾ പഠിക്കണം എന്തിരെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, എന്തിരെ തൗഹീദ്, എന്തിരെ ശിർക്ക്, അത് ഞങ്ങൾ പഠിക്കുകയും ഞങ്ങൾ തയ്യാറാവുകയും ചൊല്ലുന്നത്. എവിടെയെങ്കിലും നിങ്ങൾക്ക് തപ്പി പോയിട്ടില്ലെങ്കിൽ അതിനെ ശരിയാക്കുകയും ഞങ്ങൾ ശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ഞങ്ങൾക്ക് എല്ലാവർക്കും തന്ന് അനുഗ്രഹിക്കട്ടെ.